നമസ്കാരം. എന്തായിരുന്നു 2 ദിവസത്തെ ചാനലുകളുടെ പ്രളയം? കെ സുധാകരൻ BJP പോകുന്നു, കെ സുധാകരൻ 15 മണ്ഡലത്തിൽ ആളുകളെ നിർത്തുന്നു, കെ സുധാകരൻ്റെ കൂടെയുള്ള DCC അംഗങ്ങളെല്ലാം രാജിവെക്കുന്നു, കെ സുധാകരന് കേരളമാകെ സ്വീകരണം. അങ്ങനെ കെ സുധാകരൻ എന്ന് പറഞ്ഞ് മുറിവേറ്റ സിംഹം, ഇടഞ്ഞ കൊമ്പൻ, എന്തൊക്കെയാണ് ഇവിടെ മാപ്രകൾ കാട്ടിക്കൂട്ടിയത്. വലിയ ബഹളമാണ് ഉണ്ടാക്കിയത്. പക്ഷെ എല്ലാ മാപ്രാസിനും വളരെ വലിയ തോതിൽ പണി കൊടുത്തുകൊണ്ട് സിംഹം കീഴടങ്ങി. സിംഹമായി തന്നെ കീഴടങ്ങി. ഇടഞ്ഞ കൊമ്പൻ കൂട്ടിൽ കയറി. വളരെ കൃത്യമായി സുധാകരൻ പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞു. ഇതൊരു 2 ദിവസം മുമ്പ് പറഞ്ഞെങ്കിൽ കൃത്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും 2 ദിവസത്തെ ഒരു പ്രശ്നം. പക്ഷേ ഈ 2 ദിവസം തുടർച്ചയായി ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ തുടർച്ചയായി കേരളത്തിൻ്റെ കാര്യമല്ല ചർച്ച ചെയ്തത്. നമ്മളിവിടെ മാപ്രകൾ പറയുന്നത് കേരളം അല്ല. അവിടെ ആസാമിൻ്റെ കാര്യം അവർ ചർച്ച ചെയ്തു, ബംഗാളിൻ്റെ കാര്യം ചർച്ച ചെയ്തു, തമിഴ്നാടിൻ്റെ കാര്യം ചർച്ച ചെയ്തു, പുതുച്ചേരിയുടെ കാര്യം. അതിൻ്റെ ഇടയിൽ കേരളവും വന്നു. അതാണ് രാത്രി ലേറ്റായിട്ടൊക്കെ കേരളത്തിൻ്റെയൊക്കെ തീരുമാനം വന്നത്. എന്തായാലും വളരെ വലിയ ഒരു ഡിസിഷനാണ് വന്നത്. ഇതിനിടയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരുപാട് കടപുഴകി ഒഴുകിയതായിട്ട് പറയുന്നു. രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന എന്ന് തോന്നുന്ന 7ഓളം പേർക്ക് അത് ജോസഫ് വാഴക്കനിൽ തുടങ്ങി N സുബ്രഹ്മണ്യനിലൂടെ കൊയിലാണ്ടി N സുബ്രഹ്മണ്യൻ, പിന്നെ ഏറ്റുമാനൂർ ജോസഫ് വാഴക്കൻ, ഇങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മലയൻകീഴ് വേണുഗോപാൽ വരെയുള്ള 7ഓളം പേർക്ക് സീറ്റ് കൊടുക്കാത്തത് രമേശ് ചെന്നിത്തലയെ വെട്ടിയതാണെന്നുള്ള വാർത്തയോട് വാർത്ത. അങ്ങനെ പിന്നെ ഇതിനിടയിലാണ് ബിഗ് TV ഒരു ലോക തെമ്മാടിത്തരവും ചെറ്റത്തരവും കാണിച്ചുവെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. അവർ NDAയിൽ പോയി എന്ന് തന്നെ അങ്ങോട്ട് കാർഡ് അടിച്ചു കളഞ്ഞു ബിഗ് TV. അവസാനം ബിഗ് TVക്കാരൻ്റെ റിപ്പോർട്ടർ ചെന്നിട്ട് സോറി പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 2 ദിവസം ചാനലുകൾ വലിയ ആഘോഷമാണ് നടത്തിയത്. ആഘോഷങ്ങൾക്കെല്ലാം വിരാമമായിരിക്കുന്നു. പാലോട് രവിക്ക് തിരുവനന്തപുരത്ത് സീറ്റില്ല, പിന്നെ BRM ഷെരീഫിന് സീറ്റില്ല, അങ്ങനെ ചില ആളുകൾക്ക് സീറ്റ് പോയി. SS ലാലിന് സീറ്റില്ല, അങ്ങനെ ഡോക്ടർ SS ലാലിന് സീറ്റില്ല. അങ്ങനെ ചില ആളുകൾക്ക് കഴക്കൂട്ടം വിളിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലിന് സീറ്റില്ല. ഇതിനിടയ്ക്ക് സേവ്യർ അലോഷ്യസ് KSUവിൻ്റെ രാജിവെച്ചെന്നും പറഞ്ഞൊരു വാർത്ത വന്നു. പക്ഷേ അത് കള്ള വാർത്തയായിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ രാജിവെച്ചിട്ടില്ല. ഇതിനിടയ്ക്കൊരു തമാശയും വന്നു. നമ്മളെ എൽദോസ് കുന്നപ്പള്ളിയോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇപ്പം ഞാൻ MP ആവാം, MLA ആയിട്ട് നിൽക്കാൻ സീറ്റ് കൊടുക്കാത്തപ്പോൾ പറഞ്ഞു ഞാൻ MP ആവാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ആ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങ് തമാശയായിട്ട് പറഞ്ഞതാണ്, പക്ഷേ വിനീതനായി അദ്ദേഹം നിൽക്കും, DCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ പൊസിഷൻ കൊടുത്തുകൊണ്ട്. പക്ഷെ കുന്നപ്പള്ളിക്ക് ഈ ഒരു കേസ് ഉണ്ടെങ്കിലും അയാൾ വളരെ ജനകീയനാണ്. എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴേ വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള മനുഷ്യനാണ്. അദ്ദേഹം KSUവിലൂടെ വളരെ ജനകീയനാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീ കൊടുത്ത പരാതിയിൽ അദ്ദേഹം പെട്ടുകിടക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ പല ആളുകളും, അതുപോലെ ജോസഫ് വാഴക്കൻ വളരെ വലിയ ആളായിരുന്നു. ഇതിനിടയിൽ കൂടി സണ്ണിയും കവിക്കാടും. ഇപ്പോൾ സണ്ണിയും കവിക്കാടിനെ കുറിച്ച് ഇപ്പോൾ അറിയുന്ന അതൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാണ്ട്. പിന്നെ നമ്മൾ ദളിത് ആക്ടിവിസ്റ്റുകളെയും ദളിത് ആളുകളെയും ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ സണ്ണിയും കവിക്കാട് ബേസിക്കലി ക്രിസ്ത്യൻ മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി ഹിന്ദുവിൽ വന്നതാണ്. അല്ലാതെ ഹിന്ദുവിനുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഹിന്ദുവിലേക്ക് വന്നു. പിന്നെ എന്നിട്ട് അവിടെ വന്നിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള മറ്റു ആളുകളെല്ലാം അംബേദ്കർ ഒഴിച്ച് ബാക്കി സകല മഹാത്മാഗാന്ധി അടക്കമുള്ള സകല ആളുകളെയും തെറി പറയും. എന്നിട്ട് കോൺഗ്രസിൽ സീറ്റ് ചോദിക്കും. അപ്പോൾ VD സതീശൻ സീറ്റ് കൊടുക്കാന്നല്ല പറഞ്ഞത്, പരിഗണിക്കാമെന്ന്. ഇവർ 8-10 സംഘടനകളുടെ നേതാക്കൾ, ദളിത് സംഘടനകളുടെ നേതാക്കൾ കണ്ടോൺ ഹൗസിൽ ചെന്ന് പിന്നെ ആരെ കാണുന്നു? നമ്മുടെ VD സതീശനെ കാണുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ശരി പരിഗണിക്കാം, നിങ്ങൾ ഇത്രയും പേര് വന്നതല്ലേ, ഞാൻ UDFിനോട് ചോദിക്കട്ടെ. UDFിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാളിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനെതിരെയും വലിയ ബഹളമാണ്. അങ്ങനെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ അഴുക്ക വശങ്ങളും കണ്ട ചാനലുകളുടെ 4-5 ദിവസത്തെ പരിപാടികളാണ്. നമ്മൾ ചാനലിൽ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുധാകരൻ BJPക്ക് പോകുന്നു. ഓട്ടം തന്നെ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തണോ വേണ്ട ചിന്തിക്കുന്നതിനിടയ്ക്ക് പറയുന്നു സുധാകരന് സീറ്റുണ്ട്. ശരി, സുധാകരന് സീറ്റുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഉടനെ സുധാകരന് സീറ്റില്ല. എന്തൊരു വൈരുദ്ധ്യമായിരുന്നു 2-3 ദിവസം. ഇതൊരു വല്ലാത്ത രീതിയാണ്. അവസാനം AK ആൻ്റണി വരെ രംഗത്തിറങ്ങേണ്ടി വന്നു. AK ആൻ്റണിയുടെ ടെലിഫോൺ കാൾ വരെ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെയ്ക്കും അതുപോലെ സുധാകരനും പോകേണ്ടി വന്നു എന്നുള്ള
വളരെ രസകരവും മനോഹരവുമായ ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം കണ്ടത്. ഇനിയിപ്പോൾ ഒരു 10-20 ദിവസം നാളെ കൊണ്ട് എല്ലാവരും സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ഇന്നും നാളെയായിട്ട് എല്ലാവരും സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലതിക സുഭാഷിൻ്റെ കണ്ണുനീരാണ് കണ്ടതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശാപം, സ്ത്രീയുടെ കണ്ണുനീർ UDF എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുമാനൂരിൽ ലതിക സുഭാഷിന് സീറ്റ് കൊടുക്കാതെ അവർ വേറെ പാർട്ടിയിൽ പോയി. അവസാനം അവർക്ക് വേറെ സ്ഥാനങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ അവർ മത്സരിച്ച് തോക്കുകയും ചെയ്തു. ഇപ്പോൾ കോട്ടയത്ത് മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയി കെട്ടിവെച്ച കാശ് കിട്ടാത്ത രീതിയിൽ തോറ്റുപോയി. അത് പിന്നെ അവർ മുട്ടയടിച്ചു. വലിയ പ്രശ്നം ഉണ്ടാക്കി ലതിക സുഭാഷ്. പക്ഷെ അത്രയധികം ബഹളത്തിലേക്കൊന്നും ദീപ്തി മേരി വർഗീസ് പോകുന്നില്ല. അവർ വിനീതരായി നിൽക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു അവർ വീണ്ടും പറയുന്നു, ഞാൻ ഇതിനകത്ത് തുടരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, ദീപ്തി മേരി വർഗീസ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മലയങ്കിഴി വേണുഗോപാൽ വരെയുള്ള കുറേയധികം ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചരിത്രമാണ്. സുധാകരൻ അകത്തോട്ട് കയറിപ്പോയപ്പോൾ അതിന് മുമ്പേ അകത്ത് കയറിപ്പോയ ആളാണ് അടൂർ പ്രകാശ്. ഇതിൻ്റെ ഇടയിൽ കൂടി സുധാകരന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സുധാകരന് കിട്ടുമെന്നായപ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് സുധാകരൻ പിൻവലിഞ്ഞപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അടുക്കളയിൽ കയറി ഓടിക്കളഞ്ഞു നമ്മുടെ അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശിനും സീറ്റില്ല. കോന്നിയിൽ ഒരു പ്രൊഫസറെ വെച്ചു, അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ആളുകളെ വെച്ചു. വളരെ വലിയ മനോഹരമായൊരു ലിസ്റ്റ് കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിക്കാനുള്ളത് വളരെ സീനിയറായിട്ട് ജയിച്ചു വരുന്ന കുറച്ച് പേരേ ഉള്ളൂ. അതിൽ സുധാകരനെയും കൂടി വെട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കിയപ്പോൾ ഇനിയിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഇങ്ങനെ 2-3 പേരേ ഉള്ളൂ സീനിയറായിട്ടുള്ള മന്ത്രിമാരായാലും ജയിച്ചാൽ അതിൽ 2 പേരുടെ കാര്യം വളരെ ഷുവറാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ UDF വന്നാൽ 2 പേർ മന്ത്രിയാണ്. പിന്നെ വരുന്നത് കെ മുരളീധരനാണ്. അദ്ദേഹം ജയിച്ചാൽ മന്ത്രിസ്ഥാനത്തേക്ക് പോകാൻ പരിഗണിക്കുന്ന ഒരു പേരാണ്. പക്ഷേ ജയിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല കടുത്ത മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. അതേസമയം ബാക്കി പിന്നെ കുറേയെല്ലാം സെക്കൻഡ് ലെവർ ആദ്യമായി മന്ത്രിയാവുന്നവരോ പിന്നെ അങ്ങനെയുള്ള ടീമുകളായിരിക്കും. പിന്നെ അനിൽകുമാറുണ്ട്, AP അനിൽകുമാറുണ്ട്, മന്ത്രിയായിരുന്ന അനിൽകുമാറുണ്ട്. പിന്നെ ബാക്കി അടക്കമുള്ള ആളുകളുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടി ഒഴിച്ചാൽ അതിനകത്തും ജൂനിയേഴ്സ് PK ബഷീർ അടക്കമുള്ള ആളുകൾ മന്ത്രിമാരാകാത്തവരാണ് പിന്നെ കൂടുതലും ഉള്ളത്. എന്തായാലും അവർ ജോസഫ് സാറിൻ്റെ ഗ്രൂപ്പ് എടുത്താൽ മോൻസ് ജോസഫ് മന്ത്രിയായാൽ ഒരിക്കൽ ആയതാണ്. അല്ല ജോൺ ജോസഫ് ആവുകയാണെങ്കിൽ ആയിട്ടില്ല, ആദ്യ മന്ത്രിയാവുകയാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇന്നലെ കണ്ടത്. സിംഹം പിന്നെ എന്താണ് കടപുഴകി പോയതല്ല, സിംഹം തൽക്കാലത്തേക്കൊന്ന് അടങ്ങിയതാണ്, കൂട്ടിൽ കയറിയതാണ്. ഇടഞ്ഞ കൊമ്പൻ ഒന്ന് ശ്വാസമെടുക്കുകയാണ്. വീണ്ടും വലിയ ശക്തിയോടുകൂടി ഇടയാനും സിംഹം കൂട്ടിനേക്ക് പുറത്തു വരാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇത് സുധാകരനാണ്, അതൊരു വലിയ സിംഹം തന്നെയാണ്.